അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഹലോ വീരാണ്, എവിടെയാണ്? ഞാൻ ഇവിടെ തൊടുവിലുണ്ട്. മരം പോയേക്കണല്ലോ. ഞാൻ പണ്ട് വരെ പോയേക്കാം. എന്നാ ഓക്കെ. വലിയ തെങ്ങുള്ള നല്ല തേങ്ങ ഉണ്ടല്ലോ പോയാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ പോയേക്കാ ഇതിലൊക്കെ? എന്താ ഇവിടെ ഒരു മരം കൊടുക്കാണ്ടെന്ന് പറഞ്ഞല്ലോ. വെരി വെരി ഗ്യാരണ്ടി. അല്ല വീരാനുണ്ടല്ലോ. ആ വീരാനുണ്ട്. വാ വീരാനെ, കൊറേ കാലായി. ഇന്നലെ ആ തേങ്ങ കൊണ്ടിട്ട് വന്നിട്ടില്ല. വെരി വെരി. അങ്ങോട്ട് പോയ ആരാണ് ഇപ്പൊ ഈ മരത്തിന്റെ കാര്യം പറഞ്ഞത്? ഞങ്ങളുടെ പാണ്ടിക്കാട് കുട്ടികള് പറഞ്ഞതാണ് ഇവിടെ മരം കൊടുക്കാണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ പോന്നതാണ്. മരം കൊടുക്കാനുണ്ട്. മരം കൊടുക്കാൻ നമുക്ക് തൃപ്തിയില്ല. കാരണം കുട്ടികളെ നോക്കുന്ന പോലെയാണ് നോക്കുന്നത്. 32 വർഷമായി ആ മരം ഞാൻ കുഴിച്ചിട്ടുണ്ട്. എന്റെ കൈ കൊണ്ട് കുഴിച്ചിട്ടതാ. ഇപ്പൊ മരം കൊടുക്കണെന്താ വെച്ചാൽ ഇപ്പൊ മഴ പെയ്തിട്ട് അവിടെ ഇടിഞ്ഞ് വിണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ പ്രളയത്തിന്റെ കാലല്ലേ, എന്താ ചെയ്യാ അറിയില്ല. ബീരാനെ എന്താ അതിന് കിട്ടുക? എന്താ കിട്ടുക? ഇതൊന്നും പറയാല്ല. മരത്തിനൊക്കെ വില കമ്മിയാണ്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം, മരം കാണാം. എല്ലാരും അങ്ങനെ പറയാം, മരത്തിന് കമ്മിയാണ് കമ്മിയാണ്. മരം ആർക്കും വേണ്ട, ആർക്കും വേണ്ട. അപ്പൊ ഒക്കെ കമ്പി ആക്കിക്കാണ്. അപ്പൊ മരം ഒന്ന് കണ്ടിട്ട് നമുക്ക് വില പറയാം. അങ്ങ് പോയൊക്കെല്ലേ? ആ ഇതിപ്പോ എത്ര കൂവി ഉണ്ടാവും കോയ? ഇതിങ്ങനെ നീച്ച വീരാനെന്ന് നോക്ക ഞമ്മക്ക്. ഇങ്ങോട്ട് വാവച്ച് എത്ര ഉണ്ടാവും ഇപ്പൊ വീരാനെ? ഇപ്പോട്ടോ ഇപ്പൊ പറഞ്ഞുതരാം, ഇപ്പൊ പറഞ്ഞുതരാം. ഇത് കുടിച്ച വീരാനെ. ഇത് അത്യാവശ്യം മോശമില്ലാത്തുണ്ടല്ലോ ഇപ്പൊ. ആ അന്ന് നമുക്ക് കാക്കാനോട് സംസാരിച്ച് നോക്ക. അവിടെ പോയിട്ട് മരൊക്കെ നോക്കിയിലേക്ക് നോക്കി. എന്നിട്ട് എന്താ പറഞ്ഞേ? നോക്കിയിട്ടിപ്പോ പറയണേ എത്ര ഒരു വില പറഞ്ഞതിന്? ഓല ഒരു 1-1.5 പറഞ്ഞു. വാപ്പുട്ടിയൊക്കെ വരുന്നുണ്ടല്ലോ. ആ എന്നാ മൂപ്പരോട് സംസാരിച്ച് നോക്കാം നമുക്ക്. മരൊക്കെ നോക്കിയില്ലേ? ആ നോക്കി. അല്ല എന്താപ്പോ വില ഇപ്പൊ ആരാ പറയണേ? ഞാൻ പറയണത് നിങ്ങൾ പറയണോ? നിങ്ങൾ പറയും, വില നിങ്ങൾ പറയും. വില ഉള്ളപ്പോ നമുക്ക് പറയാൻ പറ്റാ. ഇതിപ്പോ എനിക്ക് എന്റെ കുട്ടീനെ പോലെയാണ്, എങ്ങനെ കൊടുക്കാന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഈ മതിലൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് കൊടുക്കാണ്. എന്റെ ബീരാനെ എന്ത് കിട്ടും ഇതിന്? ഇതിനിപ്പോ ഒരു 80 ഒന്നും നടക്കൂല കോയാ. പറയും. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ ഒരു 1.5 റുപ്യ കിട്ടുകയാണെങ്കിൽ പൊരുത്തപ്പെട്ട് തരാം. കോയക്ക് എന്താ പറയാനുള്ളത്? വടിയൊക്കെ ഒരു 90 റുപ്യ പറഞ്ഞത്. നോക്കിയേ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒരു കാര്യം ഞാൻ പറയാം, 1 റുപ്യ തരികയാണെങ്കിൽ ഞാൻ എന്റെ മുതൽ അങ്ങോട്ട് തരും. അത് അങ്ങോട്ട് പറയാനില്ല. എന്താ വെച്ചാല് ഈ ചെങ്ങായിക്ക് തന്നെ കൊടുക്കണം 10 റുപ്യ. ഓ ഇത് വെട്ടൂലി ഇതൊക്കെ കഴിച്ചുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഒരു 90 റുപ്യൊക്കെ നമുക്ക് അടിച്ചാ കേട്ടോ. എന്താ ഇപ്പൊ ചെയ്യച്ചറിയില്ല ഞാൻ. വീരാനെ അതാ കൊടുത്ത അഡ്വാൻസ് കൊടുത്ത വീരാനെ. 1 റുപ്യ വേണം. 1 റുപ്യ ആണെങ്കിൽ ഞാൻ തരാം എന്റെ മുതല്, അല്ലാതെ തരൂല. 90 റുപ്യ. അപ്പൊ ബാക്കി നമുക്ക് വെട്ടിട്ട് ബാക്കി തരാട്ടോ. വീരാനെ ഇജ്ജ് പറഞ്ഞതുകൊണ്ടാണ്, ഇജ്ജ് പറഞ്ഞോണ്ട് മാത്രാണ്. ഇതിൽ എന്റെ പൈസ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്റെ പൈസ ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചോ, സമ്മതിച്ചോ? എന്നാ ഓക്കെ കോയ. ഓക്കെ ഓക്കെ.
ആ പിടിച്ചാ. പത്ത് 32 വർഷം എന്റെ കൂടെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാ എന്റെ കൈകൊണ്ട് നിന്നെ വെക്കണ്. കൊടുക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്റെ ഉപ്പച്ചി എപ്പോഴും പറയും മരങ്ങളൊന്നും വെക്കരുത്, മുറിക്കരുത്. പക്ഷെ എന്താ ചെയ്യാ, രക്ഷയില്ലാത്തോണ്ടാണ്. എന്നോട് പൊറുക്ക്. ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നത് മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടാണ്. എന്താ ഇപ്പൊ ചെയ്യാ, ഒരു രക്ഷയില്ല. ഈ മതിലൊക്കെ പൊട്ടിപ്പോവാണ്. എന്നോട് പൊറുക്ക്.